മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ വേനൽക്കാലം എന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങളുടെ കാലമാണ്. പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധം സൂര്യൻ തീപ്പൊരി ചിതറുന്ന ഈ മാസങ്ങളിൽ മരുഭൂമികൾ കൂടുതൽ വരണ്ടതും അസഹനീയവുമാകുന്നു. എന്നാൽ മനുഷ്യർ തണുപ്പ് തേടി ശീതീകരിച്ച മുറികളിലേക്ക് ചുരുങ്ങുമ്പോൾ അറേബ്യൻ മണ്ണിലെ പനങ്കാടുകളിൽ പ്രകൃതിയുടെ മറ്റൊരു വലിയ ആഘോഷം തുടങ്ങുകയായി. ഈ കടുത്ത ചൂടാണ് അറേബ്യൻ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ ഈന്തപ്പഴങ്ങൾക്ക് ജീവൻ നൽകുന്നത്. മരുഭൂമിയിലെ ചൂടുകാറ്റും കടുത്ത സൂര്യപ്രകാശവും ഈന്തപ്പഴങ്ങളെ അതിവേഗം പഴുക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ചൂളയായി പ്രവർത്തിക്കുന്നു. പ്രാദേശിക കർഷകർ ഈ കൊടും ചൂടിന്റെ കാലത്തെ തബാക് അൽ തമർ അഥവാ ഈന്തപ്പഴം പാകമാകുന്ന സമയം എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. മനുഷ്യനെ ചുട്ടുപൊള്ളിക്കുന്ന അതേ സൂര്യൻ തന്നെയാണ് അറേബ്യയുടെ ജീവവായുവായ ഈന്തപ്പഴങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ രുചിയും ഗുണവും പകർന്നു നൽകുന്നത് എന്നത് പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഒരു വിരോധാഭാസമാണ്. നൂറ്റാണ്ടുകളായി മരുഭൂമിയിലെ നാടോടികളായ ബതുക്കൾ തങ്ങളുടെ വാർഷിക ഭക്ഷ്യശേഖരത്തിനായി കാത്തിരിക്കുന്നതും ഈ ചൂടുള്ള ദിനങ്ങൾക്ക് വേണ്ടിയാണ്. ആധുനിക സൗകര്യങ്ങളോ ശീതീകരണ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന പണ്ടുകാലത്ത് ഒരു വർഷം മുഴുവൻ ജീവൻ നിലനിർത്താനുള്ള പോഷകങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നത് ഈ വേനൽക്കാല വിളവെടുപ്പിൽ നിന്നായിരുന്നു. തലമുറകളായി കൈമാറിക്കിട്ടിയ കാർഷിക അറിവുകളാണ് അറേബ്യൻ കർഷകരുടെ ഏറ്റവും വലിയ സമ്പത്ത്. മുൻ തലമുറകളിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവുകൾ വെച്ച് ഏതൊരു ഈന്തപ്പഴവും കണ്ടാൽ അതിൻ്റെ പേരും ഇനവും അത് വിളവെടുത്ത സമയവും കൃത്യമായി പറയാൻ അവർക്ക് സാധിക്കും. ഓരോ ഇനം പനകളും എപ്പോൾ വിളവ് നൽകുമെന്നും ഓരോ കാലാവസ്ഥാ മാറ്റങ്ങളും വിളവിനെ എങ്ങനെ ബാധിക്കുമെന്നും ഈ കർഷകർക്ക് ഹൃദിസ്ഥമാണ്. കേവലം ഒരു കൃഷി എന്നതിനേക്കാൾ അവരുടെ ജീവിതത്തിന്റെ താളവുമായി ഈന്തപ്പഴ വിളവെടുപ്പ് ഇഴചേർന്ന് കിടക്കുകയാണ്. കടുത്ത വേനലിൽ ഈന്തപ്പഴങ്ങൾ പഴുത്തു പാകമാകുന്നത് വളരെ കൃത്യമായ ചില ഘട്ടങ്ങളിലൂടെയാണ്. ശാസ്ത്രീയമായി ഈ പ്രക്രിയയെ 4 പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യത്തേത് കിംരി എന്നറിയപ്പെടുന്ന ഘട്ടമാണ്. ഈ സമയത്ത് ഈന്തപ്പഴങ്ങൾ പച്ച നിറത്തിലുള്ള കടുത്ത കായകളായിരിക്കും. കയ്പുള്ള ഈ അവസ്ഥയിൽ നിന്ന് സൂര്യന്റെ ചൂടേറ്റ് അവ പതുക്കെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ഘട്ടമായ ഖലാൽ എത്തുമ്പോഴേക്കും ഈന്തപ്പഴങ്ങൾക്ക് മഞ്ഞയോ അല്ലെങ്കിൽ ചുവപ്പോ നിറം കൈവരും. പനങ്കാടുകൾ വർണ്ണാഭമാകുന്ന കാഴ്ച ഈ സമയത്താണ് കാണാൻ സാധിക്കുക. പിന്നീട് കടുത്ത ചൂട് കാറ്റേറ്റ് ഇവ റുത്തബ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. പച്ച നിറത്തിലുള്ള കടുത്ത കായകൾ മധുരം നിറഞ്ഞ് മൃദുവായ പരുവത്തിലേക്ക് മാറുന്നത് ഈ ദിനങ്ങളിലാണ്. ഏറ്റവും സ്വാദിഷ്ടമായ അവസ്ഥകളിൽ ഒന്നാണിത്. അവസാനമായി പൂർണ്ണമായും പഴുത്ത് ഉണങ്ങി വിളവെടുപ്പിന് തയ്യാറാകുന്ന അവസ്ഥയെ തമർ എന്ന് വിളിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ മെയ് പകുതിയോടെ ആരംഭിക്കുന്ന ഈ വിളവെടുപ്പ് പ്രക്രിയ ഒക്ടോബർ വരെ നീളുമെങ്കിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കടുത്ത വേനലിലാണ് ഇതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. പ്രാദേശികമായ ആവശ്യങ്ങൾക്കപ്പുറം ഇന്ന് ഈന്തപ്പഴ കൃഷി വലിയൊരു ആഗോള വിപണിയായി മാറിക്കഴിഞ്ഞു. ഈ വിളവെടുപ്പ് കാലം സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒരു ഉത്സവ കാലം കൂടിയാണ്. പ്രതിവർഷം 1.6 ദശലക്ഷം ടണ്ണിലധികം ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന സൗദി അറേബ്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ ഉൽപ്പാദകരിൽ മുൻപന്തിയിലാണ്. ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നേരത്തെ പഴുക്കുന്ന ഇനങ്ങൾ ജൂൺ മാസത്തിൽ തന്നെ വിളവെടുപ്പിന് ഭാഗമാകാറുണ്ട്. കലാസ്, അജുവ, ബർഹി തുടങ്ങിയ 100 കണക്കിന് വ്യത്യസ്ത ഇനങ്ങളാണ് ഇവിടുത്തെ തോട്ടങ്ങളിൽ വിളയുന്നത്. ഓരോ ഇനത്തിനും അതിൻ്റെതായ പ്രത്യേക സമയവും കാലാവസ്ഥയുമാണ് ആവശ്യം. ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പ്രകൃതിയുടെ സ്വാഭാവികമായ ചൂടിനെ ആശ്രയിച്ചുള്ള പാരമ്പര്യ രീതികൾക്ക് തന്നെയാണ് ഇന്നും ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഈന്തപ്പഴങ്ങൾ നൽകാൻ കഴിയുന്നത്. കടുത്ത ചൂട് ഒരു ശാപമായി കാണുന്നവർക്ക് മുന്നിൽ പ്രകൃതി നൽകുന്ന അതിമനോഹരമായ ഒരു പാഠമാണ് ഈന്തപ്പഴങ്ങളുടെ വിളവെടുപ്പ് കാലം. അതികഠിനമായ സാഹചര്യങ്ങളിലും ജീവന്റെ തുടുപ്പുകൾ നിലനിർത്താനും ലോകത്തിന് ഏറ്റവും മധുരമുള്ള ഫലങ്ങൾ സമ്മാനിക്കാനും മരുഭൂമിക്ക് കഴിയുന്നു എന്നത് ഒരു വിസ്മയം തന്നെയാണ്. തബാക് അൽ തമർ എന്ന ഈ കാലഘട്ടം കേവലം ഒരു കാർഷിക സീസൺ മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പ്രകൃതി മനുഷ്യന് നൽകുന്ന വലിയൊരു സമ്മാനമായി ഈ വിളവെടുപ്പ് കാലം കാലാകാലങ്ങളായി നിലകൊള്ളുകയാണ്. ഓരോ ഈന്തപ്പഴത്തിലും ഒളിഞ്ഞിരിക്കുന്നത് മരുഭൂമിയിലെ ചൂട് കാറ്റിൻ്റെയും പാരമ്പര്യ കർഷകരുടെ വിയർപ്പിൻ്റെയും ഒരിക്കലും മരിക്കാത്ത അറേബ്യൻ അതിജീവനത്തിൻ്റെയും കഥകൾ കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.